എല്ലാ ആൾക്കാരെ പ്രാക്കൊക്കെ കേട്ടിട്ട് നടക്കണ തിരിപ്പിച്ചിട്ട് വന്നു പോട്ടെ. എന്താ പറഞ്ഞാലും മനസ്സിലാവില്ല. ஐயா പറഞ്ഞു ஐயா காசு கூட ஐயா, உங்களை பரம்பு தானே நான் வேலை செஞ்சேன். கொண்டாட்டி இருக்கு, குழந்தை இருக்கு, சாப்பாடுக்கு காசு இல்லை. കാര്യം പിടിച്ച ജയ് ഒരു കാര്യം ചെയ്താ ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ടേ അനക്ക് എത്ര കൂലി എത്ര? 900 രൂപ. ആ ഷെരീഫിന്റെ കടയിൽ പോയിട്ട് എനിക്ക് വേണ്ടി എന്താ വെച്ചാൽ വാങ്ങിക്കോ. ബാക്കി പൈസ എത്ര വെച്ചാൽ ഞാൻ അവിടെ കൊടുത്തോണ്ട്. എന്ത് ഷെരീഫ് കട? ആ ബിസ്മില്ല ഹോട്ടലിന്റെ അപ്പുറത്തില്ലേ ഷെരീഫ്, അവിടെ പോയിട്ട് വാങ്ങിക്കോ. അതിന്റെ പേര് പറഞ്ഞാൽ മതി. ശരിയാണ്. ബാക്കി പൈസ ഞാൻ അവിടെ കൊടുത്തോണ്ട്. ശരിയാണ്. ശരി പോയിക്കോ. അണ്ണാ എന്താ വേണ്ടത്? 1 കിലോ അരി, 1 കിലോ പഞ്ചസാര, 1 കിലോ മൈദ, 50 ചായ. അത് പോതും. எவ்வளோ ஆச்சுண்ணா? 137. அந்த காசு அந்த அம்சம் இல்லையா, அந்த குள்ளன அம்சா? எந்த அம்சா? அந்த ஒரு குள்ளன அம்சம் இருக்குங்க. தெரியாது. அது திருப்பன் அம்சையா? தாடிக்கு வச்சிட்டுள்ள அம்சா? தாடி வச்சாலே அது நடக்காது. உங்களுக்கு ஆயிண்டா? உங்களுக்கு காசு இல்லையா? காசு இல்லையா? അത് നടക്കാതെ. ഇന്നാളൊന്ന് ഒരാൾ ഒന്ന് മേടിച്ചിട്ട് കാശ് ഇതുവരെ തരാത്. നിങ്ങൾ കാശിനെ മേടിക്കുക, അല്ലെങ്കിൽ മേടിക്കണ്ട. എന്താണ് തിരുപ്പനംസ? നല്ല കിട്ടിന്ന് പറഞ്ഞിട്ടില്ലോ. ഇനിയെങ്കിലൊക്കെ ഒന്ന് നന്നായിക്കൂടെ? ഈ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണ മനസ്സുള്ള പണി ഞാൻ തരാം. കളിയാക്കി അല്ലേ? ഓനക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം. എന്നെ തിരിപ്പാന്ന് വിളിച്ചിക്കണം. ആള് വരുന്നുണ്ട്. ആ സ്വാമി, ഒരു ഉപകാരം ചെയ്യും. ആ ഫോൺ തരും, ഒരു കോൾ ചെയ്യാനാണ്. നിങ്ങളുടെ ഫോൺ ഇരിക്കുന്നു. ഇതിൽ ബാലൻസ് ഇല്ല, ഇന്നലെ രാത്രി കഴിഞ്ഞു, കയറ്റാൻ മറന്നതാണ്. ഒരു അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഒന്ന് വിളിക്കാനാണ്. എന്താ വിളിച്ചോളി. ഒന്ന് ലോക്ക് തുറന്നു തരും. കണ്ണ് കാണാൻ തുഷണ്ടേ ഏതല്ലേ സ്വാമി? അതെ, ഏന്നാ നോക്കാണ്. ഈ തിരക്കുണ്ടായിരുന്നു. അപ്പൊ അമ്പലത്തിൽ പോകണം. എന്നാടെ ഉത്സവം ഉണ്ടായിരുന്നു. സ്വാമി ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു. ഒന്ന് വിളിക്കേണ്ട ആവശ്യം. കുട്ടി വിളിച്ചോളി, കുഴപ്പമില്ല. തിരക്കുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ അമ്പലത്തിൽ പോരാണ്. അവിടേക്കൊന്ന് പോകണം. കുനിയത്തേ കുനിയത്തല്ല. ഹലോ, പ്രജേഷ് അല്ലേ? അതെ, അത് ഞാൻ മയമുട്ടിക്കാണ്. ആ ഉസ്മാന്റെ വീടിന്റെ അടുത്തുള്ള മയമുട്ടിക്ക. അതന്നെ. അതെ അതെ, എന്റെ മോള് എടപ്പാള് ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾ രണ്ടാളും പോയതായിരുന്നു. അപ്പൊ ഞാനൊക്കെ അത്യാവശ്യ കാര്യമായിട്ടുണ്ട് വരേണ്ടി വന്നു. എടപ്പാള ഏത് ഹോസ്പിറ്റലുള്ളത്? ഗോപിനാഥന്റെ ഹോസ്പിറ്റലല്ലേ? അപ്പൊ ഇജൊന്ന് പോയിട്ട് ഓളെ എടപ്പാള് പോയിട്ട് ഒന്ന് എടുത്തിട്ട് വരും. അവരോടൊന്ന് പറയും പുറത്തിറങ്ങിക്കാനട്ടാ. വണ്ടിയുടെ നമ്പർ 9935. വണ്ടി വരണ്ടെന്ന് പറയട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി കേട്ടാ. ഓക്കെ. സ്വാമി വലിയ ഉപകാരം. കുട്ടി കുഴപ്പമില്ല. എന്നാ പോട്ടെന്നാ. എന്നാ ശരി.
ഇപ്പൊ സ്വാമിക്കുള്ള പണി ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കിട്ടിക്കോളും. എല്ലാം സക്ക പണിയൊന്നുമില്ലേ? പണിയൊക്കെ കുറെ ഉണ്ടായിട്ട് എനിക്കും തന്നെ. ആ ഇപ്പൊ 2 ദിവസം നമ്മളെ മുസ്തഫ ഉണ്ടല്ലോ, ആ മുസ്തഫാന്റെ അടുത്ത് പണി ഉണ്ടായിരുന്നു. അതെ, നമ്മളെ മറവഞ്ചേരിയിലെ. ആ മറവഞ്ചേരിയല്ലേ. അപ്പൊ അവിടുത്തെ പണി കഴിഞ്ഞ് ആ ഇനിയിപ്പോ പുതിയ ഒരു പണി തുടങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, 2 നോമ്പും നോക്കില്ല, പണിക്കും പോവില്ല, ഇരുന്ന് കഥ പറയും. ഹോട്ടല് തുറക്കണം നോക്കിയിരിക്കോ? ഉള്ള പണിയാണെന്നാണ് തോന്നുന്നത്. അംസല്ലേ? അവിടെ ഒരു ഹോട്ടല് പൂട്ടി കിടക്കുന്നുണ്ട്. അവിടെ ഒരു ചുവപ്പ് ഷർട്ട് ഇട്ടിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അതന്നെയാണ് അംസ. മനസ്സിലായോ? മനസ്സിലായി. ഉള്ള പണിയാണ്. ഞാൻ പോവാ. ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഈ അംശത്താനേ ആ ഏതാണ്ടത് അന്നൊക്കെ അറിയണുണ്ടല്ലോ. തമിഴന്മാരോട് കളിച്ച് ഇപ്പിടി എടുക്കും. മനസ്സിലായോ? എന്തിനാ ഇപ്പൊ മൂപ്പരടിച്ച് തന്നെ? എന്താന്നൊക്കെ അറിയില്ല. കണ്ട തമിഴന്മാരൊക്കെ അന്നടിക്കണ്. മൊത്തം വന്ന് അടിച്ചു പോവാ. ഈ അംസ എന്നുള്ള പേരുള്ളോണ്ടാ തോന്നുന്നു. ആ പേര് മാറ്റണം ഇനി, അതപ്പോ ശരിയാവുള്ളൂ. ചങ്ങായി ഉണ്ടല്ല തിരുപ്പനംസ, അയാൾക്ക് ചിലപ്പോ കൊടുക്കാനുള്ളാവും. അതന്നെ, അത് എനിക്ക് കിട്ടി. ആ പേര് എനിക്കാണല്ലോ. ആ പേര് മാറ്റേണ്ടി വരും. ഇനിയിപ്പോ ശശി എന്ന് പറഞ്ഞ പോലെ ആ എന്റെ പേര് മാറ്റേണ്ടി വരും. ഇപ്പൊ ഈ അംസ എന്നുള്ള പേര് മാറ്റേണ്ടി വരും. അതന്നെ, ഇതാണ് അവസ്ഥ. പോണ അടിയൊക്കെ എനിക്കാ വരണ്ടേ. ആ എന്റെ കുട്ടി ഒന്ന് കേറിയിരിക്കും. സ്വാമിയെ, പിന്നെ എൻ്റെ ഭർത്താവ് ഭയങ്കര കള്ളുകൂടിയും ആൾക്കാരനായിട്ടുള്ള കയറി പറിച്ചലും ഭയങ്കര ശല്യമാണ്. അതൊന്നും സഹിക്കാൻ പറ്റണില്ല. കൂടുതൽ കയറി പറിച്ചലാണ്. അത് എങ്ങനെങ്കിലും ഒന്ന് നിർത്തി തരണം. ആ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, പോകുന്നു. വേണ്ടിക്കല്ലേ? ഹലോ, അതെ, നിങ്ങൾ പിന്നെ എടപ്പാളക്ക് ഗോപിനാഥന്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പറഞ്ഞു വെച്ചില്ല. അപ്പൊ ഞാനിപ്പോ ഗോപിനാഥന്റെ സുഖപുര ഹോസ്പിറ്റലൊക്കെ മൊത്തം അറിഞ്ഞിട്ട് അവിടെ ആരും കാണുന്നില്ല. അതെ, ഞാൻ അതില് വരുമ്പോൾ ഒരു പയ്യനെ മൊബൈൽ വാങ്ങിട്ട് ഒരാൾക്ക് വിളിക്കാൻ വാങ്ങിയിരുന്നു. നിങ്ങളാരാ? ആ ഞാനൊരു സ്വാമിയാണ്. നിങ്ങളല്ലാന്ന് പറയുമ്പോ ശരിയല്ലല്ലോ ഓർത്താ. ഞങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങൾ തന്നെ ആവണ്ടേ? എനിക്കറിയില്ലായിരുന്നു അന്ന് സംഭവം. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തല്ലേ. ഇല്ല, നമ്മളിപ്പോ ഇത്ര പിന്നെ നഷ്ടം ഡീസലും അടിച്ച് ഇത്ര സമയം നമ്മൾ മെനക്കെട്ടിട്ട് എന്താ നീ ഇങ്ങനെ പറഞ്ഞ പോലെ? നിങ്ങൾ ചൂടാകാണ്ടിരിക്കാൻ പറ്റത്? നീ ആരാണ്? എന്തോ പറഞ്ഞ നിങ്ങള് വൃത്തിയോടല്ലേ? കാരണം ഞങ്ങളിട്ട് മാനമായിട്ട് സംസാരിച്ചോണ്ടിരിക്കട്ടെ. പിന്നെ നിങ്ങൾ മറ്റേ വർത്തന്നെ പറയാൻ വെക്കണ്ട. സ്വാമിയായിട്ട് ഇത്രയും തെമ്മാടിത്തരം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോ നിങ്ങൾ എന്ത് മറ്റുള്ള സ്വാമ്യങ്ങള്? ശിവനേ, ഇത്രയും തെറിയൊന്നും എൻ്റെ ഭർത്താവ് പറയലില്ല. ഞാൻ പോവുക സ്വാമിയെ.